+2 പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ കഴിയുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇനി പഠിച്ചു തുടങ്ങണം എന്നൊരു മൂഡിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വലിയൊരു ചോദ്യമാണ് എവിടുന്ന് തുടങ്ങണം എന്നുള്ളത്, അല്ലേ? ഏത് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഏത് ആദ്യം പഠിച്ച് തീർക്കണം എങ്കിലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അറിയണം ഏത് ചാപ്റ്ററിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുക, ഏത് ചാപ്റ്റർ പഠിച്ചാലാണ് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ സുവോളജി ബോട്ടണി മൊത്തം ചേർത്തിട്ട് ബയോളജിയിൽ 13 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. 8 ചാപ്റ്റർ ആണ് സുവോളജി, 5 ചാപ്റ്റർ ആണ് ബോട്ടണിയിൽ വരുന്നത്. സോ ഇതിലുള്ള ആദ്യത്തെ ഒരു നമ്മുടെ സുവോളജി സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ 8 ചാപ്റ്ററിൽ രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് തന്നെയാണ്. ഏകദേശം 6 മുതൽ 7 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. അതിൽ നിന്നും ഇതേപോലൊരു വെയിറ്റേജ് നമുക്ക്, അതായത് ജെനറ്റിക്സ് ആണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഈ വർഷം പഠിക്കുന്ന ഏറ്റവും വലിയ 2 ചാപ്റ്റേഴ്സ് ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനും. ഈ 2 ചാപ്റ്റർ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 15ഓളം മാർക്ക് നിങ്ങൾക്ക് ആ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 ചാപ്റ്റേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും. ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും ഏകദേശം 10 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 10 അല്ല, സാധാരണഗതിയിൽ ചിലപ്പോൾ കുറച്ചുകൂടി അധികം വരെ വരും. ഞാൻ ഈ പറയുന്നത് നമുക്കറിയാലോ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അതുകൂടി ചേർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൂട്ടുമ്പോൾ 30-ലധികം വരുമ്പോൾ 30-ലധികം മാർക്കോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. കാരണം നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടല്ലോ, അതുകൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചാപ്റ്റർ എവല്യൂഷൻ ആണ്. 5 മാർക്കിന് വരെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് എവല്യൂഷൻ. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, അതും ഏകദേശം 3 മുതൽ 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രീവിയസ് ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 6 മാർക്കിന് വരെ ചോദിച്ച വർഷങ്ങളുമുണ്ട്. പക്ഷേ എന്നാലും ഒരു ആവറേജ് നമ്മൾ എടുത്താൽ 4 മുതൽ 5 മാർക്ക് മാക്സിമം അതിൽ നിന്ന് എന്തായാലും ലഭിക്കും. പിന്നെ വരുന്ന ചെറിയ 2 ചാപ്റ്റേഴ്സ് ആണ് മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയറും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയും. ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും 3 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ വരാറുള്ളത്. അപ്പോൾ ഒരു 6 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെയാണ് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ മാർക്കിന്റെ ഒരു വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇത് ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ മുഴുവൻ ബയോളജിയും സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് ജെനറ്റിക്സ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത് റീപ്രൊഡക്ഷനിൽ വരുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, ദെൻ അവസാനമുള്ള ബാക്കി 3 ചാപ്റ്റേഴ്സ്. സോ ഈ രീതിയിൽ നിങ്ങൾ കവർ ചെയ്ത് തീർക്കുകയാണെങ്കിൽ വെയിറ്റേജിനനുസരിച്ച് കവർ ചെയ്താൽ നിങ്ങൾക്ക് മാർക്കും കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ ഇനി ബോട്ടണി ആണല്ലേ. സോ ബോട്ടണിയിലെ 5 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ബയോടെക്നോളജിയുടെ ഏരിയയിൽ നിന്നായിരിക്കും വരിക. അതായത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും ഉണ്ട്, ആപ്ലിക്കേഷനും ഉണ്ട്. ഏറ്റവും വലിയ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും കൂടുതൽ മാർക്ക്, ഒരു 10 മാർക്ക് വരെ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ ആപ്ലിക്കേഷൻ കൂടി ചേർത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 15 മാർക്ക് ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കും. ബാക്കി 15 നമുക്ക് ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സിൽ നിന്ന്, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതൊരു 7 മാർക്ക് 8 മാർക്ക് വരെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ലഭിക്കും. പിന്നെയുള്ള 2 ചാപ്റ്റേഴ്സാണ് നമ്മുടെ എക്കോസിസ്റ്റവും ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനും. ഈ ഒരു ചാപ്റ്ററിൽ 2 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് നമുക്കൊരു 4 മുതൽ 8 മുതൽ 10 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബയോടെക്നോളജിയാണ്. അത് ആദ്യം അങ്ങ് സെറ്റ് ചെയ്യുക. അത് പഠിച്ച് തീർത്താൽ തന്നെ പകുതി ആശ്വാസം, കാരണം പകുതി മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സാണ് ബാക്കി 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കാരണം 40 എബവ് മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ വെയിറ്റേജ് മനസ്സിലാക്കി ആദ്യം ഏത് പഠിച്ച് തീർക്കണം എന്നുള്ള രീതിയിൽ സിലബസ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പോൾ ചാപ്റ്റർ വെയിറ്റേജിനെ കുറിച്ച് എനിക്ക് ഡൗട്ട് ഒന്നും വേണ്ട. ഏത് ആദ്യം പഠിക്കണം എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. ക്ലിയർ ആയിട്ട് പഠിക്കൂ, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. സൈലം കൂടെ തന്നെയുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.